നമസ്കാരം. ട്രാവൽ ആൻഡ് ടൂർ ഏജൻസീസിന് വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓൺലൈൻ അക്കൗണ്ടിംഗ് സിസ്റ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ട്രാവൻട്രി എന്നാണ്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ സിസ്റ്റം ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് മീൻസ് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാം. നിങ്ങൾ ട്രാവലിങ്ങിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഈവൻ ഇൻ മൊബൈലിൽ വരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ട്രാവൻട്രി. എന്ന് വെച്ചാൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്കിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് യൂസേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര യൂസേഴ്സിന് വേണമെങ്കിലും അഡ്മിന് തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഓരോ യൂസേഴ്സിനും വേണ്ട പെർമിഷൻസ് എന്തെല്ലാം ആണോ എല്ലാം സെപ്പറേറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രാവൻട്രിയുടെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു അക്കൗണ്ടൻസി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒരു അക്കൗണ്ടൻ്റ് അല്ലാത്ത ആളുകൾക്കും ജസ്റ്റ് ഒരു ട്രാവൽ ഫീൽഡിലെ ബേസിക് നോളജ് ഉള്ള ബേസിക് ഐഡിയ ഉള്ള ഒരാൾക്ക് വരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ട്രാവൻട്രി. ഇപ്പോൾ ടാലി പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അതിനൊരു അക്കൗണ്ടൻറ്റ് പ്രൊഫഷണലിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് അല്ലാത്ത ആളുകൾക്ക് അതൊരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാവൽ ഏജൻസി ഓണർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റ് എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ഒരു അക്കൗണ്ട്സ് അറിഞ്ഞിരിക്കേണ്ട ആളായിരിക്കണം എന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു അക്കൗണ്ടൻറ്റിനെ ബന്ധപ്പെടേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് എന്താണോ കൊടുക്കുന്നത് അതാണ് അവരുടെ അക്കൗണ്ട്സ്. അല്ലാതെ അവർക്കത് പിന്നീട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ട്രാവൻട്രി പോലത്തെ ഒരു സിസ്റ്റം ആവുന്ന സമയത്ത് അവർക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് എവിടെ നിന്നാണെങ്കിലും ചെക്ക് ചെയ്യാനും അവർക്ക് വേണ്ട രീതിയിൽ അത് ആക്സസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഓൺലൈൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ പല അപ്ഡേറ്റ്സും ചെയ്യേണ്ടി വരും. അത് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ തന്നെ അത് അവൈലബിൾ ആക്കാൻ സാധിക്കും. അതുപോലെ അറ്റ് എ ടൈം എത്ര സിസ്റ്റത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ സ്റ്റാഫിനും സെപ്പറേറ്റ് യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവരെ ഓരോരുത്തരും റിയൽ ടൈം ആയിട്ട് തന്നെ അപ്ഡേറ്റ് ആവുന്ന തരത്തിൽ നമുക്ക് സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓൺലൈൻ സിസ്റ്റം ആവുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ഒരിക്കലും സോഫ്റ്റ്വെയറിനെ ബാധിക്കില്ല. ഇനി ഒരു സിസ്റ്റം കേടായെന്ന് വിചാരിക്കുക. സിസ്റ്റം കേടായാൽ തന്നെ ആ സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം യൂസ് ചെയ്യാം. കാരണം ഡാറ്റ ഒരിക്കലും ലോസ് ആവുന്നില്ല. അത് ക്ലൗഡായിട്ട് ഡാറ്റ ഓൺലൈൻ ക്ലൗഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഒരു ഓഫ്ലൈൻ സിസ്റ്റം ആവുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. മേ ബി ഒരു ഓൺലൈൻ സിങ്ക് ആവുന്ന ഡാറ്റ ആണെങ്കിൽ ഓൺലൈൻ സിങ്ക് ആയിട്ട് വരുന്ന ഡാറ്റ ആണെങ്കിൽ തന്നെ നമുക്കത് ഒരു കമ്പ്യൂട്ടറിന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേറൊരു കമ്പ്യൂട്ടറിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് അത് ഡാറ്റ റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പക്ഷേ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഡാറ്റനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിസ്റ്റം കേടായി കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒഴിവാക്കിയിട്ട് അടുത്ത സിസ്റ്റത്തിൽ അത് റിയൽ ടൈം ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് പോകാം. ഇനി ട്രാവൽ ഏജൻസീസിന് വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ട്രാവൽ ഏജൻസീൻ്റെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ എന്തെല്ലാം സർവീസ് ചെയ്യുന്നുണ്ടോ ഓരോ സർവീസും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനും ഓരോ സർവീസും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇൻവോയ്സ് ചെയ്യാനും അതിൻ്റെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട്സ് എല്ലാം റിയൽ ടൈം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതുപോലെ GST അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വാറ്റാണെങ്കിൽ ടാക്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ട്രാവൻട്രി. അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓട്ടോ റിമൈൻഡേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് 5 ഡേയ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ്, നെക്സ്റ്റ് 10 ഡേയ്സിൽ എക്സ്പയർ ആവുന്ന വിസ അല്ലെങ്കിൽ സർവീസ് ഡീറ്റെയിൽസ്, ടു ഡു ലിസ്റ്റ്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ഡ്യൂ ഇൻവോയ്സസ്, നമുക്ക് ക്ലിയർ ആവാത്ത ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് ഇൻവോയ്സിൻ്റെ ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് അവൈലബിൾ ആണ്. ട്രാവൻട്രിയുടെ കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്താം. ഫസ്റ്റ്, കസ്റ്റമർ ആൻഡ് സപ്ലയർ മാനേജ്മെൻറ്റ്. നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും സെപ്പറേറ്റ് പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, മെയിൽ ID,
അവരുടെ അഡ്രസ്സസ്, അതുപോലെ GST അല്ലെങ്കിൽ ടാക്സ് നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്രൊഫൈൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്ലൈസിനെയും അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി കസ്റ്റമേഴ്സും സപ്ലൈസും ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും. മീൻസ് ചില ഏജൻസീസ് നമുക്ക് 2-way ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ടൈപ്പിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഒറ്റ ഹെഡ് തന്നെ, ഒറ്റ ലെഡ്ജറിൽ തന്നെ നമുക്കത് സെപ്പറേറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇടനിലക്കാരായിട്ട് വരുന്ന ആളുകളുണ്ടാവും, ഒരു കമ്മീഷൻ ഏജൻസ്, അവരെ നമുക്ക് ഏജൻസ് ആയിട്ട് സെപ്പറേറ്റ് മാനേജ് ചെയ്യാം. അതുപോലെ ജനറൽ ലെഡ്ജേഴ്സ് ലൈക്ക് അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ അസറ്റ്സ്, ലയബിലിറ്റീസ് തന്നെ സെപ്പറേറ്റ് ടൈപ്പുകൾ ഉണ്ടാവും. മീൻസ് കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആവുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, സാലറി പേയബിൾ അക്കൗണ്ട്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും. എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, മീൻസ് സ്റ്റാഫ് വൈസ് ഗ്രൂപ്പ് ചെയ്യാം, സർവീസ് ബേസ്ഡ് ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ പേരൻറ്റ് ചൈൽഡ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേരൻറ്റ് ചൈൽഡ് മീൻസ് ഒരു മെയിൻ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ചൈൽഡായിട്ട് സബ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കൊരു മെയിൻ അക്കൗണ്ടിൻ്റെ ബേസിലുള്ള റിപ്പോർട്ടും എടുക്കാം. ഓരോ സബ് കസ്റ്റമേഴ്സിൻ്റെ റിപ്പോർട്ട്സ് സെപ്പറേറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഓഫീസിൽ എന്തെല്ലാം സർവീസ് ചെയ്യുന്നുണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ സർവീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരു ലിങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചും സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മിനി CRM, നമുക്ക് എൻക്വയറീസ് അല്ലെങ്കിൽ ലീഡ്സ് വരുന്നത് നോട്ട് ചെയ്യാനും പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ദെൻ ഓട്ടോ ഇമെയിലിംഗ് ഫീച്ചർ, സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻവോയ്സസ് എല്ലാം നമ്മൾ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ എയർലൈൻ ഇൻവോയ്സ്, മിസലേനിയസ് ഇൻവോയ്സ് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. എയർലൈൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നമ്മുടെ എയർലൈൻ ഇൻവോയ്സിലും ബാക്കി എന്ത് സർവീസ് ആയാലും നമ്മുടെ വിസ, അറ്റസ്റ്റേഷൻ, എമിഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള സർവീസസ് എല്ലാം മിസ്ക് ഇൻവോയ്സിലുമാണ്, മിസലേനിയസ് ഇൻവോയ്സിലുമാണ് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ എയർലൈൻ ഇൻവോയ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടിക്കറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ PNR, ട്രാവൽ ഡേറ്റ്, പാസ്പോർട്ട് നമ്പേഴ്സ്, സെക്ടർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനും, അതുപോലെ അതിൻ്റെ എമൗണ്ട്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ചില ആളുകൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സപ്ലയർ എമൗണ്ട് എല്ലാം PLB, YQ, അതർ ടാക്സസ്, കമ്മീഷൻസ്, TDS, കട്ട് ചെയ്യുന്ന TDS, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതുപോലെ ബാക്കി എല്ലാ സർവീസും മിസലേനിയസ് ഇൻവോയ്സിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ദെൻ റെസീറ്റ്സ്, പാർട്ടി ക്യാഷ് തരുന്ന സമയത്ത് കസ്റ്റമർ ഏത് ഹെഡിലാണോ നമുക്ക് ക്യാഷ് തരുന്ന സമയത്ത് അത് റെസീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അത് അവർക്ക് വേണ്ട രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പേയ്മെൻറ്റ്സ് ഓപ്ഷൻസ്, സപ്ലയർക്കുള്ള പേയ്മെൻ്റ് ആയാലും നമ്മുടെ എക്സ്പെൻസസ് ആയാലും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. കോൺട്രാ എൻട്രീസ്, നമ്മുടെ ഡെപ്പോസിറ്റ്സും വിഡ്രോവലും മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതുപോലെ പോസ്റ്റ് ഡേറ്റഡ് ആയിട്ടുള്ള ചെക്കുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് PD റെസീറ്റ്, PD പേയ്മെൻറ്റ്സ് എന്നിട്ടുള്ള ഓപ്ഷൻസ് കാണാം. ദെൻ ജേണൽ വൗച്ചേഴ്സ്, നമുക്ക് ഏത് ഹെഡുകൾ തമ്മിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ്, മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ക്രെഡിറ്റ് ഡെബിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ദെൻ ബാങ്ക് റീകൺസിലേഷൻ, അതുപോലെ റീഫണ്ട് ഓപ്ഷൻസ്, നമുക്ക് എയർലൈൻ റീഫണ്ട് ആയാലും മിസ്ക് റീഫണ്ട് ആയാലും സിമ്പിളായിട്ട് തന്നെ മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ കൊട്ടേഷൻസ്, പെർഫോമ ഇൻവോയ്സസ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഇൻവോയ്സ് ബൾക്കായിട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ദെൻ കംപ്ലീറ്റ് ബില്ല് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, കറൻസി ഡിനോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, LPO, അങ്ങനെ തുടങ്ങിയ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പിന്നീട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം, അത് നിങ്ങൾ ആർക്കെല്ലാം പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം അത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ എക്സൽ ബൾക്ക് അപ്ലോഡ് ഓപ്ഷൻ, മീൻസ് നിങ്ങൾക്കൊരു ഒരു പർട്ടിക്കുലർ എക്സൽ ഫോർമാറ്റിൽ ഇൻവോയ്സസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അത് ഒരുമിച്ച് ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പർട്ടിക്കുലർ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സസ് എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ആവുന്ന ഒരു സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ ഇൻവോയ്സും റെസീറ്റ്സും തമ്മിൽ വേണമെങ്കിൽ മാച്ച് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് മാൻഡേറ്ററി അല്ല, പല സോഫ്റ്റ്വെയറിലും ഇത് മാൻഡേറ്ററി ആയിട്ട് മീൻസ് മാച്ച് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മുടെ ട്രാവൽ ഫീൽഡിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ ട്രാവൻട്രി ഒരിക്കലും ആ ഒരു ടൈപ്പ് സോഫ്റ്റ്വെയർ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് ചെയ്യാം, മാച്ച് ചെയ്തില്ലെങ്കിൽ തന്നെ അക്കൗണ്ട്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോവും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജർ മാത്രം മാച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം സെറ്റ് ഓഫ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് അങ്ങനെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാം, അതിൻ്റെ റിപ്പോർട്ട് സെറ്റ് ഓഫ് ചെയ്തുള്ള റിപ്പോർട്ട്സ് എടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. അതുപോലെ ട്രാൻസാക്ഷൻസ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും.
മീൻസ് നമുക്ക് ഹജ്ജ് ഉംറ അല്ലെങ്കിൽ ഹോളിഡേ പാക്കേജ് ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ അത് ഗ്രൂപ്പ് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ്. അതുപോലെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ടിക്കറ്റ് നമ്പർ വെച്ചിട്ടോ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടോ ഫയൽ നമ്പർ വെച്ചിട്ടോ എല്ലാം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അത് പിന്നീട് എഡിറ്റിങ്ങിനോ പ്രിൻറ്റിങ്ങിനെല്ലാം വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റ് കൊടുക്കാൻ, മീൻസ് ഇൻവോയ്സസും റെസീറ്റ്സും പേയ്മെൻറ്റ് വൗച്ചേഴ്സ് എല്ലാം നമ്മുടെ ലെറ്റർ ഹെഡിൽ നമ്മുടെ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, GST അല്ലെങ്കിൽ വാറ്റ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ റിപ്പോർട്ട് സെക്ഷൻ, ഒരുപാട് ടൈപ്പ് റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്സ്, സപ്ലയർ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ ജനറൽ ഓരോ ഹെഡ്സിൻ്റെ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ഡേ ബുക്ക്, അതുപോലെ മാച്ചിങ് റിപ്പോർട്ട്സ് സെപ്പറേറ്റ് ജനറേറ്റ് ചെയ്യാം. ഓഡിറ്റ് ലോഗ്, അഡ്മിന് വേണമെങ്കിൽ നമുക്ക് കറക്ഷൻ റിപ്പോർട്ട്, ഓരോ യൂസേഴ്സും ചെയ്ത കറക്ഷൻസ് സെപ്പറേറ്റ് അലോട്ട് ചെയ്യാം, ജനറേറ്റ് ചെയ്തെടുക്കാം. DSR, ഡെയിലി സെയിൽസ് റിപ്പോർട്ടുകൾ, അതുപോലെ സെയിൽസ് സമ്മറി റിപ്പോർട്ട്സ്, കസ്റ്റമേഴ്സ്ഡ് ആയിട്ടുള്ള സെയിൽസ് സമ്മറി, നമുക്ക് സ്റ്റാഫ് ബേസ്ഡ് സെയിൽസ് എടുക്കാം, സർവീസ് ബേസ്ഡ് സെയിൽസ് എടുക്കാം, എയർലൈൻ ബേസ് സെയിൽസ് എടുക്കാം, കസ്റ്റമർ ബേസ് സെയിൽസ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെയിൽസ് റിപ്പോർട്ടുകൾ സമ്മറി ആയിട്ട് വേണമെങ്കിലോ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലോ എടുക്കാം. ട്രയൽ ബാലൻസസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്സ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ്, ഏജിങ് റിപ്പോർട്ട്സ്, അതുപോലെ GST അല്ലെങ്കിൽ വാറ്റ് ആണെങ്കിൽ അതിൻ്റെ സമ്മർ റിപ്പോർട്ടുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിരിക്കും. സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് കുറച്ച് സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ കാണിക്കാം. ഒരു എയർലൈൻ ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതിൽ നമുക്ക് ലോഗോ എല്ലാം വെച്ചിട്ടുള്ള ഒരു ഇൻവോയ്സ് ഫോർമാറ്റായിട്ട് കാണാം. റെസീറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതൊരു ടാക്സ് ഇൻവോയ്സ്, ഒരു GST ഇൻവോയ്സിൻ്റെ ഫോർമാറ്റാണ്. ഇതിൽ നമുക്കെല്ലാം കാണാം. GST എത്രയാണ്, അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാര്യങ്ങളെല്ലാം കാണാം. GST നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇത് ഇൻവോയ്സ് ബൾക്കായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ ഇൻവോയ്സ് ഫോർമാറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻവോയ്സസ് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇത് കസ്റ്റമർ ബൾക്ക് മീൻസ് കംപ്ലീറ്റ് ബില്ലാണ്. അതിൽ റെസീറ്റ്സും പേയ്മെൻ്റ് എല്ലാം വെച്ചിട്ട് അവർക്കൊരു ഇൻവോയ്സ് ഫോർമാറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇതൊരു ക്യാഷ് ബുക്ക് ഫോർമാറ്റാണ്. ക്യാഷ് ഡെയിലി ക്ലോസിംഗ് ആയിട്ട് കാണാം. ഡെയിലി ക്ലോസിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇത് മാച്ചിങ് റിപ്പോർട്ട്, സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സെപ്പറേറ്റ് കാണാം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് കസ്റ്റമറുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായിരിക്കും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവും. ഇതൊരു റിമൈൻഡർ സെക്ഷനാണ്. ട്രാവലിംഗ് വിത്തിൻ 5 days റിമൈൻഡറാണ്. ദെൻ പെർഫോം ഇൻവോയ്സ് സെക്ഷൻ, കൊട്ടേഷൻ, സെയിൽസ് സമ്മറി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സെയിൽസ് സമ്മറി, അതിൽ നമുക്ക് കൗണ്ട് വരെ കാണാം. ട്രയൽ ബാലൻസസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട്, GST സമ്മർ റിപ്പോർട്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് റിപ്പോർട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഓപ്പറേഷൻസ് കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആയിട്ട് 100 കണക്കിന് ഏജൻസീസ് യൂസ് ചെയ്യുന്ന, മീൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ട്രാവൻട്രി. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് അൺമാച്ച്ഡ് ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള സപ്പോർട്ട് മാത്രമല്ല, അക്കൗണ്ട്സ് പരമായിട്ടുള്ള സംശയങ്ങൾ വരെ നമ്മൾ തീർത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ പല ആളുകളെയും അക്കൗണ്ടൻ്റ് ആക്കിയിട്ടുള്ള ആളാണ് നമ്മൾ എന്ന് വരെ നമ്മളെ പറ്റിയിട്ട് ആളുകൾ പറയാറുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ, കുറച്ച് ക്ലയൻസിൻ്റെ ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ അറിയുന്ന ആളുകളുടെ ക്ലയൻസ് ലിസ്റ്റ് ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അത് ആക്ടിവേറ്റ് ചെയ്തു തരാൻ പറ്റും. നമ്മൾ ട്രെയിനിങ് വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനി ഡയറക്റ്റ് ട്രെയിനിങ് ആവശ്യമുള്ള ആളുകൾക്ക് ഓൺലൈൻ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ എനിഡെസ്കോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴികളും നമ്മൾ നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു ട്രെയിനിങ് സെക്ഷൻ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഓഡിറ്റിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് ഓഡിറ്റിംഗ് സർവീസ്, അതുപോലെ GST ഫയലിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് GST ഫയലിംഗ്, ITR ഫയലിംഗ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വിർച്വൽ അക്കൗണ്ടിങ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. മീൻസ് അക്കൗണ്ടൻ്റ് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ തന്നെ ഒരു സെപ്പറേറ്റ് വിങ് വെച്ചിട്ട് അക്കൗണ്ട്സ് കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ്, ഇമെയിൽ ID എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.